നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഫാസ് പഞ്ഞാറമൂടാണ്. നമുക്കിന്ന് നല്ലൊരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് 2700 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള 2.5 ഏക്കറിലാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെഞ്ഞാറമൂട് പൊന്മുടി റൂട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൂട്ടിൽ നല്ലൊരു എക്കോസിസ്റ്റം അതുപോലെ തന്നെ ടൂറിസത്തിന് പറ്റിയ ഒരു ഏരിയ കൂടിയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ചെയ്യാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ലഭിക്കുന്നു. നമുക്ക് ടൂറിസത്തിനൊക്കെ പറ്റിയൊരു ഏരിയയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് വെഞ്ഞാറമൂടിലേക്ക് പോകാൻ 8.5 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. കൂടാതെ തന്നെ നമുക്ക് സിറ്റിയിൽ നിന്നും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി പീസ്ഫുൾ ഏരിയയിലാണെങ്കിൽ കൂടി നമുക്ക് 1 മണിക്കൂറിനകത്ത് മാത്രമേ വരുന്നുള്ളൂ എയർപോർട്ടിലേക്ക് എത്താനായിട്ട്. നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് അതിവിശാലമായിട്ടുള്ളൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ NRIസിന് പറ്റിയ നല്ലൊരു വെക്കേഷൻ ഹോം ആണ്. അതായത് നമുക്ക് സിറ്റിയുടെ നടുവിൽ നിന്നൊക്കെ മാറി നല്ല നിശബ്ദമായിട്ട് സൈലൻ്റായിട്ട് പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയ. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം നമുക്ക് ഫാമിന് പറ്റിയ കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നു. ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ 2 സൈഡിലും ആറാണ്. അതായത് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ആറ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലും നമുക്കൊരു ആറ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ഹട്ട് റിസോർട്ടോ അതുപോലെ തന്നെ നമുക്ക് റിസോർട്ട് മോഡലൊക്കെ വെക്കുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയ. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നല്ലൊരു വെക്കേഷൻ ഹോളിഡേ ഹോമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്കൊരു ആയുർവേദിക് സ്കൂളിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് കറൻ്റ്ലി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആയുർവേദിക് സ്കൂൾ നമുക്ക് ഈ ഒരു പർപ്പസിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ആയുർവേദിക് സ്കൂൾ ട്രെയിനിങ് സ്കൂളാണ്. നമുക്ക് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ബാക്കിയുള്ള ട്രെയിനേഴ്സിനും കാര്യത്തിനൊക്കെ എല്ലാം ആയുർവേദിക് രീതിയിലൂടെ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ പുതുതായിട്ട് നിങ്ങളൊരു പ്രോപ്പർട്ടി ഇവിടെ വാങ്ങുകയാണെങ്കിൽ അതും നമുക്ക് ബേസിക്കായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയും. നമ്മുടെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു അതിവിശാലമായിട്ടുള്ളതാണ്. 2.5 ഏക്കറിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇത് ഫാമിന് പറ്റിയ ഏരിയയാണ്. ഇവിടെ കറൻ്റ്ലി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആടിൻ്റെ ഫാമുണ്ട്, അതുപോലെ തന്നെ കോഴി ഫാം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട്. നമുക്ക് കണ്ട ബാക്കിയുള്ള വിഷ്വൽസിലേക്ക് പോവാം. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിവിശാലമായിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെയുണ്ട്. അതായത് ഫാമിങ്ങിന് പറ്റിയ നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല ആടിൻ്റെ ഫാം കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ടർക്കി കോഴിയുടെ ഒരു ഫാം തന്നെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. കൂടാതെ തന്നെ പല രീതിയിലുള്ള ഫലഭൂഷ്ഠതയുള്ള വൃക്ഷങ്ങൾ, അവയ്ക്ക് ജെറി, അതുപോലെ തന്നെ നാരകം, ഇങ്ങനെയുള്ള എല്ലാ സസ്യങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അടങ്ങിയിട്ടുണ്ട്.
നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പലതരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ ഐറ്റം ഉണ്ടെന്ന്. ഇവിടെ 40-ലേറെ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റീസാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കാണാനായിട്ട് കഴിയുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ തന്നെ ലിച്ചി, ബറാബ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റി ഐറ്റംസ് എല്ലാം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നു. അതുകൂടാതെ തന്നെ മിറാക്കിൾ ബെറി, അതുപോലെ തന്നെ ജാമുൻ എന്നീ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റി ഐറ്റംസും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട്. നമുക്ക് സിറ്റിയുടെയൊക്കെ ഒരു തിരക്കിൽ നിന്ന് വളരെ മാറി വളരെ പീസ്ഫുള്ളായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു ഏരിയയാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയ. കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വേനൽക്കാലമായതുകൊണ്ട് വെള്ളം കുറവാണ്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ചങ്ങാടം, അതുപോലെ തന്നെ നമുക്ക് ആറ്റിൻ്റെ സ്ഥിരത്തായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് വരുന്നു. നമ്മുടെ ഒരു ആറ് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രകൃതിയുമായി ഇഴങ്ങി നിൽക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന ഏരിയ. പിന്നെ നമുക്ക് ആറ് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാറിൽ നിന്നും വളരെ ഉയർന്ന ഭാഗത്താണ് നമ്മുടെ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വെള്ളം കയറുന്നൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും നമുക്കിവിടെ ലഭിക്കുന്നു. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ ഇവിടെ 1000-ഓളം കവുങ്ങിൻ്റെ തൈയാണ്, വെറൈറ്റി തൈകളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് നമുക്ക് ഈ ഒരു വൃക്ഷാദികൾ. കൂടാതെ നമുക്കിവിടെ തേക്ക്, ഈട്ടി എന്നീ തുടങ്ങിയ പല വൃക്ഷാദികളും നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. തേക്ക് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കുളമുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള മത്സ്യങ്ങളൊക്കെ വളർത്താനും കളർ മീൻ കാര്യങ്ങളൊക്കെ എല്ലാം വളർത്തി വിൽക്കുന്നതിന് പറ്റിയ ഒരു കുളം തന്നെ ഈ ഭാഗത്ത് വരുന്നു. പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആയുർവേദിക് ട്രെയിനിങ് സെന്ററിന്റെ കേസ് പറഞ്ഞായിരുന്നു. ഈ ഒരു ഭാഗത്ത് നമുക്ക് ആയുർവേദിക്കിന് പറ്റിയിട്ടുള്ള നമുക്ക് ഒരു എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നു. കൂടാതെ തന്നെ നമുക്ക് സ്റ്റീം ബാത്തിനുള്ള ഒരു ഏരിയ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് ആയുർവേദിക് ട്രെയിനിങ് സെന്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു ആയുർവേദിക് ട്രെയിനിങ് സെന്ററിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അതിന് പറ്റിയ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ വരുന്നു. കൂടാതെ തന്നെ നമുക്ക് സ്റ്റീം ബാത്തിന് പറ്റിയ എക്യുപ്മെന്റ്സ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രെയിനിങ് സെന്റർ കറന്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിലൂടെ നമുക്ക് ഈ ഒരു സെന്റർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു വീടിൻ്റെ
കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട്. 2-3 വണ്ടികൾക്ക് ഇടാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ വീടിൻ്റെ ഫ്രണ്ടേജ് വരുമ്പോൾ നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ടേജ് നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നു. കൂടാതെ നമുക്ക് വീടിൻ്റെ ഒരു എടുപ്പെന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ അതിമനോഹരമായിട്ടുള്ള ട്രഡീഷണൽ രീതിയിലുള്ളൊരു വീടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടുത്തെ വാട്ടർ അക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് വെൽ വാട്ടറാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് പൈപ്പ് കണക്ഷനും ഈ വീടിന് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള ഫ്രണ്ടേജ് ഉണ്ട്. നമ്മുടെ ഈ ഒരു വീട് പണിഞ്ഞിരിക്കുന്നത് ഫുള്ള് റെഡ് ബ്രിക്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെ തടികളെല്ലാം തേക്കിൻ്റെ തടിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ വാസ്തുപ്രകാരം നിർമ്മിച്ച കിഴക്ക് ദർശനത്തോട് കൂടിയ ഒരു മനോഹരമായിട്ടുള്ള വീടാണ് ഈ ഒരു വീട്. ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നല്ലൊരു സിറ്റ് ഔട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ളൊരു നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗം ലഭിക്കുന്നത്. നല്ല ഒരു നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി ആയിട്ടുള്ള നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഡോറ് തേക്കിൽ തീർത്തിട്ടുള്ളൊരു ഡോറാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് തന്നെ ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂം, ഇത് ആദ്യത്തെ ഒരു ബെഡ്റൂമാണ്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഡൈനിങ് സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ നമുക്കൊരു ഓഫീസ് റൂമായിട്ട് യൂസ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ഓഫീസ് സ്പേസിൻ്റെ റൂം വരുന്നുണ്ട്. നമുക്ക് ഓഫീസിലെ സ്റ്റാഫ് കാര്യങ്ങൾക്കൊക്കെ എല്ലാം കിടക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ലിവിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നല്ലൊരു ബെഡ്റൂം 12-10 ഒരു വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്ന രീതിയിലുള്ളൊരു റൂമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരുമ്പോൾ നല്ല വളരെ മനോഹരമായിട്ടുള്ളൊരു ഈ ഭാഗം നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പൂജാമുറിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ളൊരു കിച്ചൺ സ്പേസാണ് അതേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.
നമുക്ക് ഈ ഒരു ഭാഗത്ത് വീടിൻ്റെ ഒരു ബാൽക്കണി സൈഡിലേക്ക് വരുമ്പോൾ പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല ഒരു ബാൽക്കണി സൈഡാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിയിലുള്ളൊരു ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂം വരുന്നു. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു ബാൽക്കണി സ്പേസാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ബാൽക്കണി സൈഡിൽ ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പണിങ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തും ലഭിക്കുന്നുണ്ട്. നല്ല ഒരു ബ്യൂട്ടിയിലുള്ള ഒരു ഏരിയയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗം കണ്ടോ, നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നല്ലൊരു വ്യൂ പോയിൻ്റാണ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കിട്ടുന്നത്. നല്ല ഒരു നാച്ചുറലി ആയിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ് നമുക്ക് ഈ ഒരു ഭാഗം. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വീടിൻ്റെ ഭാഗത്ത് നമുക്ക് സോളാർ സിസ്റ്റമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ടിൻ്റെ കാര്യമൊന്നും വേറെ ഒന്നും എമൗണ്ട് ചിലവാകുന്നില്ല. 3 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടും 2.5 ഏക്കർ സ്ഥലവും വാങ്ങുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.